അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പൊറോട്ടയാണ്. നമ്മൾ കടയിൽ വീശി അടിക്കുന്ന പോലത്തെ മെത്തേഡൊന്നുമല്ല, ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ലെയറൊക്കെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. നിങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ഗ്ലാസ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കണം, എങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി ഇതെല്ലാം നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രം വെള്ളം ചേർത്തിട്ട് കുഴയ്ക്കാവുള്ളൂ. അപ്പോൾ ആദ്യം കൈവച്ചൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇത് തന്നെ മതി, നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോൾ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതിനേക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പം ആ രീതിയിൽ ആ അളവിന് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവമൊക്കെ ആയിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പാത്രത്തിലിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. 1 സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ചപ്പാത്തി പലകയിലോട്ട് വെച്ച് ഈ രീതിയിലും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ നന്നായിട്ടൊന്ന് അതിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ചപ്പാത്തി പലകയിലോട്ട് ഇങ്ങനെ തേച്ച് അങ്ങനെ കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടുള്ള നമുക്ക് പൊറോട്ട കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മാവ് മിക്സായി വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ കുഴയ്ക്കുന്നത്. ആ പലകയിലോട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം. ഇതിങ്ങനെ ഒരുപാട് നേരം കുഴയ്ക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കിട്ടുള്ളൂ. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ കൈവച്ച് തന്നെ ഇങ്ങനെ വേണമെങ്കിലും ഒന്ന് കുഴച്ചെടുക്കാം. എങ്കിലും ഇപ്പോഴും ഇതുപോലെ തന്നെ മാവ് നന്നായിട്ട് മിക്സായി വന്നോളും. ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് കുഴച്ച് മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനെ 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് മാവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കണം. അങ്ങനെ 1 മണിക്കൂർ അതങ്ങനെ ഇരിക്കണം. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ നല്ല മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചപ്പാത്തി പലകയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓരോ ബോളാക്കി മാറ്റാൻ വേണ്ടി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ തയ്യാറാക്കുന്ന ബോളിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള ബോൾ മതി. അതുപോലെ തന്നെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ബോളാക്കി എടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട, കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ബോളാക്കി എടുത്തിരുന്നാൽ മതി. ഈ ഒരു രീതിയിൽ അങ്ങനെ ആ മാവ് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങനെ ബോളാക്കി വെക്കുക. ബോളാക്കി വെച്ചതിനെ നമ്മൾ നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കണം. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന എണ്ണ തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ വേണം ചേർക്കാൻ, വെളിച്ചെണ്ണ ചേർക്കില്ല. പിന്നെ കുറച്ച് മാവും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഓരോ ബോൾ എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ ഞാൻ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്ത് അത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ എല്ലാ ബോളും ഇതുപോലെ പരത്തി ആ പ്ലേറ്റിനകത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം അത് പരത്തി അതിൻ്റെ പുറത്ത് ആ എണ്ണയും കൂടെ തേച്ച് പൊടിയും കൂടിയിട്ട് വെക്കണം. അതുപോലെ എല്ലാ ബോളും ഇതുപോലെ തന്നെ പരത്തി എടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യാതെ പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് പയ്യെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. അത് ശരിക്കും അതുപോലെ വന്നോളും. അതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കണ്ട. ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ ബോളും ഇതുപോലെ പരത്തി മുകളിലായിട്ട് വെക്കാം. ഓരോന്നിൻ്റെ മുകളിൽ ഇതുപോലെ എണ്ണ തടവാനും പൊടി ഇടാനും മറക്കാതിരുന്നാൽ മതി. എന്നിട്ട് ഇനി അതിനെല്ലാം നമ്മൾ ആ ചപ്പാത്തി പലകയിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ എത്ര ബോൾ ഇങ്ങനെ പരത്തി വെച്ചിരുന്നോ അത്രയും ലെയേഴ്സ് നമുക്കതിൽ കിട്ടും. ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ച് നീട്ടി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്കിപ്പം ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്ത് ലെയേഴ്സ് ഉണ്ടായിരിക്കുന്നത്. നമ്മളത് പരത്തി അടിച്ചും കൂടെ എടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലൊന്ന് ചുറ്റി എടുത്തു വെക്കണം. ഇനി അതിലേക്ക് എല്ലാത്തിലും അതിൻ്റെ മുകളിൽ കുറേശ്ശെ എണ്ണയും കൂടെ തേച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഓരോ ലെയേഴ്സിൻ്റെയും അതിൻ്റെ ഉള്ളിലേക്ക് ഈ എണ്ണ ഒന്ന് കടന്ന് ചെല്ലാൻ വേണ്ടിയാണ് ഇതിങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ നമ്മൾ ആ ചപ്പാത്തി പലകയിൽ വെച്ച് തന്നെ ഇതുപോലെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കാണാം അതിൻ്റെ നമ്മൾ ചുറ്റി വെച്ചിരുന്ന ആ ലെയേഴ്സ് എല്ലാം അതുപോലെ അത് കാണാം. ഇനി അത് ചുട്ടെടുത്താൽ മതി. അതിനുവേണ്ടി നമ്മൾ ദോശക്കല്ലിൽ ഇതുപോലെ എണ്ണ തേച്ചിട്ട് പൊറോട്ട ഇട്ട് കൊടുക്കുക. അതൊന്ന് കുറച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഇത് ഒരുപാട് തവണ തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കല്. ഓരോ സൈഡും ഓരോ തവണ മാത്രമേ ഓരോ തവണ മാത്രമേ മറിച്ചിടാവുള്ളൂ. ഒരുപാട് തവണ തിരിച്ചും മറിച്ചും ഇടരുത്, പൊറോട്ട ഉണങ്ങിപ്പോകും. അപ്പം ഒന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. ഒന്ന് അടിവശം ഒന്ന് മൂത്തൊന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി അതിനെ നമ്മൾ ചൂട് പോകാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ടൊരു ഏകദേശം ഒരു 6 എണ്ണമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുമ്പോഴാണ് അതിനകത്ത് ലെയേഴ്സ് ഉണ്ടാവുന്നത്, ലെയേഴ്സ് അത് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ശരിക്കും അടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടും നല്ല ലെയറോട് കൂടിയുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ താങ്ക് യു.